ദുൽഖർ സൽമാൻ നായകനാവുന്ന ഏറ്റവും പുതിയ സിനിമ ഐ ആം ഗെയിം ഈ ഓണം റിലീസാണ്. ഫെസ്റ്റിവൽ റിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു സമയത്ത് ഇത് താരങ്ങളായിരുന്ന ആളുകൾ മാത്രം, അതായത് മോഹൻലാൽ, മമ്മൂട്ടി, പിന്നെ അക്കൂട്ടത്തിലേക്ക് ജയറാം, സുരേഷ് ഗോപി, ദിലീപ്, അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാർസിൻ്റെ സിനിമകൾ റിലീസിന് വരുന്ന, ക്ലാഷ് വരുന്ന അങ്ങനെ ഒരു സമയമൊക്കെയാണ്. ഒരുപാട് ബിസിനസ് നടക്കുന്ന സമയം. ആ സമയത്ത് ഒരു സിനിമ വരിക എന്ന് പറഞ്ഞാൽ ആ ഫെസ്റ്റീവ് മൂഡിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന, നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുന്ന, എങ്ങനെ പോയി കഴിഞ്ഞാലും നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന അങ്ങനെ ഒരു സിനിമ വേണോ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സീസണാണ്. അങ്ങനെയുള്ള സിനിമകൾ നമുക്ക് ഡെലിവർ ചെയ്തിട്ട് മാക്സിമം ലാഭം ഉണ്ടാക്കാൻ സിനിമാക്കാർക്ക് പറ്റുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് റിലീസാവുന്ന സിനിമകൾ തീർച്ചയായും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ആ ക്ലാഷ് നമ്മൾ അങ്ങനെ തന്നെയാണ് നോക്കി കാണുക. അങ്ങനെ ഇപ്രാവശ്യത്തെ ഓണത്തിന് ദുൽഖർ സൽമാനും പൃഥ്വിരാജും നിവിൻ പോളിയും കൂടി ചേർന്ന് ഒരു ക്ലാഷ് റിലീസ് സംഭവിക്കുകയാണ്. 20-ാം തീയതി ഖലീഫയും ഐ ആം ഗെയിമും റിലീസാവുന്നു. 21-ാം തീയതി നിവിൻ പോളിയുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് റിലീസാവുന്നു. അപ്പോൾ 3 പടങ്ങൾ, 3 വലിയ സ്റ്റാർസിൻ്റെ പടങ്ങൾ, അങ്ങനെ ഒരു ക്ലാഷ്. എന്തായാലും ഈ റിലീസിൽ ഒരു സിനിമയുടെ റിലീസ് ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്തു എന്നൊരു കിംവദന്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കപ്പെടുകയാണ്. ഐ ആം ഗെയിം എന്ന് പറയുന്ന സിനിമ അതിൻ്റെ റിലീസ് ഡേറ്റ് മാറ്റിവെച്ചു, പോസ്റ്റ്പോൺ ചെയ്യുന്നു എന്നുള്ളത്. ഇത് ഒഫീഷ്യലി ആരും എവിടെയും പറഞ്ഞിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരെ ഓഗസ്റ്റ് 12-ാം തീയതി രാത്രി 10 മണിക്കാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇതുവരെ ഒഫീഷ്യലായിട്ടുള്ള യാതൊരു അറിയിപ്പും വന്നിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു കാര്യം പ്രചരിക്കുന്നുണ്ട്, അതിനെക്കുറിച്ചുള്ള കുറേ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്താണെന്നറിയോ? ദുൽഖർ സൽമാനും അല്ലെങ്കിൽ ഐ ആം ഗെയിമിൻ്റെ സിനിമയുടെ ഭാഗമായിട്ടുള്ള ആളുകളും പേടിച്ച് പിന്മാറി എന്നുള്ളതാണ്. കാരണം അപ്പുറത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള 2 സ്റ്റാർസ് ഉണ്ട്. ആ സ്റ്റാർസിൻ്റെ കൂടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് അടക്കമുള്ള ടെക്നിക്കൽ ടീമുണ്ട്. സിനിമയുടെ ആയിട്ടുള്ള ഒരു ഹൈപ്പ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലുതുമാണ്. ഇവരെല്ലാവരും ഇവരുടെ കംഫർട്ട് സ്പേസ് എന്നൊക്കെ നമുക്ക് പറയാവുന്ന പോലത്തെ സ്പേസിലാണുള്ളത്. അപ്പോൾ അങ്ങനെ ഈ സിനിമകളോട് മുട്ടാൻ ദുൽഖർ സൽമാൻ്റെ സിനിമയ്ക്ക് ധൈര്യമില്ല. അതുകൊണ്ട് അവർ പേടിച്ച് പിന്മാറിയതാണെന്നുള്ളതാണ് പൊതുവേ പരക്കുന്നൊരു നരേറ്റീവ്. പക്ഷേ എനിക്കതിനോട് ചില വിയോജിപ്പുകളൊക്കെ ഉണ്ട്. ആദ്യം ഞാനൊരു സിമ്പിൾ ചോദ്യം ചോദിക്കാം. ഇവരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത്? ദുൽഖർ സൽമാനാണോ, നിവിൻ പോളിക്കാണോ, അതോ പൃഥ്വിരാജിനാണോ? ഇപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ക്രൗഡിനെ പുള്ള് ചെയ്ത് തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ ദി ബെസ്റ്റ് ദുൽഖറാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ദുൽഖറിൻ്റെ പടങ്ങൾ പലതും 8 നിലയിൽ പൊട്ടുന്ന സമയത്തും അടുത്ത പടം വരുമ്പോൾ അതിനൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ കാണാൻ കാത്തിരിക്കുന്ന, മാത്രമല്ല സിനിമ മോശമാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങേരുടെ പെർഫോമൻസ് കുറച്ചുണ്ടാകും കാണാൻ. മമ്മൂട്ടിയുടെ മോൻ എന്നൊക്കെ പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും ഇന്ന് ദുൽഖർ ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ്, നമുക്കറിയാവുന്ന ഒരു ബാങ്കബിൾ ആയിട്ടുള്ള വലിയ പ്രൊജക്റ്റുകളിൽ പുഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗംഭീര സ്റ്റാറാണ്. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദി റിയൽ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന കാറ്റഗറിയിൽ വരുന്ന വളരെ ചുരുക്കം നടന്മാരിൽ ഒരാളാണ് ദുൽഖർ സൽമാൻ. പിന്നെ ഈ ഓണത്തിന് റിലീസാവുന്ന വേറൊരു പടമുണ്ട്, എൻ്റെ അമ്മേ. ആ ക്ലാഷ് അധികം ആരും അറിഞ്ഞിട്ടില്ല. അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. ട്രെയിലർ ഞാനിപ്പോൾ റിയാക്ട് ചെയ്ത് വീഡിയോ ഷൂട്ട് ചെയ്യും. ഇരുമുടിക്കെട്ട് എന്ന് പറയുന്ന സിനിമ, രവി തേജയാണ് അതിലെ നായകൻ. രവി തേജയുടേതായി നമ്മൾ കണ്ടിട്ടുള്ള ഭൂരിപക്ഷം സിനിമകളുടെ ഒരു സ്വഭാവം എടുത്ത് വെച്ച് നോക്കുമ്പോൾ പുള്ളി മലക്കുവാൻ മാലയിട്ടിട്ട് പുള്ളിയുടെ സിനിമ എങ്ങനെ പുള്ളിയുടെ സിനിമയാവും എന്ന് പറയുന്നൊരു വലിയ സംശയം എനിക്കുണ്ട്. എന്തായാലും ട്രെയിലറൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവും എന്ന് വിചാരിക്കാം. നിവിൻ പോളിയുടെ സിനിമ റിലീസാവുന്ന, അതായത് ഈ ക്ലാഷിൻ്റെ 2-ാം ദിവസമാണ് ഈ ഇരുമുടിക്കെട്ട് എന്ന് പറയുന്ന സിനിമ വരുന്നത്. എത്ര സ്ക്രീൻ അവർക്ക് കിട്ടുമെന്ന് അറിയില്ല. മാത്രമല്ല മലയാളിയുടെ ഇമോഷനോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന എലമെൻറ്റ്സ് എന്തായാലും അതിനകത്തുണ്ടാവും. ശബരിമലയും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അവരെങ്ങനെയെങ്കിലും സ്ക്രീനുകളൊക്കെ തപ്പിയെടുക്കും. അങ്ങനെ ഈ പ്രാവശ്യത്തെ കേരളത്തിലെ ഓണം ക്ലാഷിൽ ഈ 3 താരങ്ങളോടൊപ്പം രവി തേജയും നെഞ്ചും വിരിച്ച് വന്ന് നിൽക്കാനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇനി ഈ സിനിമ പോസ്റ്റ്പോണ്ട് ആവുകയാണെങ്കിൽ, ഉറപ്പിച്ചിട്ടില്ല കേട്ടോ, ചിലപ്പോൾ ഈ വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടാവും. പോസ്റ്റ്പോണ്ട് ആവില്ലെന്നാണെങ്കിലും ആവുമെന്നാണെങ്കിലും. പക്ഷേ ഈ സിനിമ പോസ്റ്റ്പോൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പേടിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ എനിക്കതിനോട് വിയോജിപ്പ് തോന്നാനുള്ള കുറച്ച് കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ഡയറക്ടറിൻ്റെ പേരാണ് നഹാസ് ഹിദായത്ത്. RDX സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ്. പുള്ളിയുടെ ഫസ്റ്റ് പടം, നഹാസിൻ്റെ ഫസ്റ്റ് പടം തിയേറ്ററിലേക്ക് എത്തുന്ന സമയം അത് ഇതുപോലൊരു ഓണക്കാലമാണ്. ആ സമയത്ത് ക്ലാഷ് ആരൊക്കെയായിരുന്നു എന്നറിയോ? ദുൽഖർ സൽമാൻ്റെ കിങ് ഓഫ് കൊത്തയും നിവിൻ പോളിയുടെ രാമചന്ദ്ര ബോസ് ആൻഡ് കോ. ഈ 2 സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് രണ്ടും കാറ്റുപോയ പടക്കമാണെന്നുള്ളത്. പക്ഷേ റിലീസിന് മുമ്പ് അങ്ങനെയല്ലല്ലോ. കിങ് ഓഫ് കൊത്ത ഭയങ്കര ഹൈപ്പിൽ നിൽക്കുകയാണ്. രാമചന്ദ്ര ബോസ് ആൻഡ് കോ അവർ ഇൻ്റർവ്യൂസൊക്കെ കൊടുത്ത് ചിരിപ്പിച്ച് ഭയങ്കര പരിപാടിയൊക്കെ ആയിരിക്കും എന്ന് പറയുന്ന തോന്നല്. റോഷൻ ആൻഡ്രൂസൊക്കെ ഡയറക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഹൈപ്പിൽ നിൽക്കുമ്പോഴാണ് അവരുടെ അത്രയും ഈ പറയുന്ന 2 താരങ്ങളുടെയും സ്റ്റാർ വാല്യൂ ഇല്ലാത്ത 3 താരങ്ങളുമായിട്ട് RDX കൊണ്ട് നഹാസ് വരുന്നത്. ആ സമയത്ത് അയാൾ ടെൻഷൻ അടിച്ചിട്ടുണ്ടാവാം. പക്ഷേ അന്നത്തെ ക്ലാഷിൽ ദുൽഖറിൻ്റെ പടവും പൊട്ടി, നിവിൻ്റെ പടവും പൊട്ടി, നഹാസിൻ്റെ പടം ആ സമയത്തെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമകളിലൊന്നായി. ആ നഹാസിൻ്റെ കൂടെ ഈ ഓണത്തിന് ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന ഒരു വലിയ ബ്രാൻഡും കൂടെയുണ്ട്. സോ ഇനീഷ്യലിൻ്റെ കാര്യത്തിൽ പുള്ളിക്ക് ടെൻഷനൊന്നും ഉണ്ടാവില്ല. ആസ് എ ഡയറക്ടർ
അയക്ക് ഇമോഷൻസ് ബിൽഡ് ചെയ്യാനറിയാം, കണക്ട് ചെയ്ത് വെച്ച് നമ്മളെ അങ്ങ് ഇരുത്താനറിയാം. ആക്ഷൻ ആണെങ്കിലും മറ്റെന്ത് സാധനമാണെങ്കിലും അതിനകത്ത് പ്രേക്ഷകന് ഫീൽ ചെയ്യേണ്ട പേഴ്സണൽ കണക്ട് അത് ഉണ്ടാക്കാനറിയാം. പുള്ളി പ്രൂവ് ചെയ്തിട്ടുള്ള ആളാണ്. അങ്ങനെ വരുമ്പം അയാളങ്ങനെ പേടിച്ചിട്ട് നമുക്ക് റിലീസ് മാറ്റിയാലോ ദുൽഖറെ എന്ന് ചോദിക്കാനുള്ള, അല്ലെങ്കിൽ DQ എന്ന് ചോദിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജിംഷി ഖാലിദിൻ്റെ ക്യാമറയാണ്, ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക്കാണ്, ചമൻ ചാക്കോയുടെ എഡിറ്റിംഗ് ആണ്. ടെക്നിക്കലി നമ്മൾ ആ ട്രെയിലറും കണ്ടതാണ്. ഇറ്റ്സ് ഗുഡ്, ഇംപ്രസീവ് ആയിട്ടുള്ളൊരു സാധനം തന്നെ. പക്ഷേ അതിൻ്റെ പാട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര ഇംപ്രസീവായിട്ട് തോന്നിയില്ല. എസ്പെഷ്യലി കയാദുവിനെ കാണുമ്പോഴേ ഒരു ഭയങ്കര ആർട്ടിഫിഷ്യൽ ഫീല് അടിക്കുന്നുണ്ട്. ഇപ്പോൾ പള്ളിച്ചട്ടമ്പി കണ്ടപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നതിനേക്കാൾ ഇവർ ഈ ലുക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നത് പോലെ തോന്നി. ഇതിൻ്റെയും സോങ് വന്നു കഴിഞ്ഞപ്പോൾ, നമുക്ക് സിനിമ വന്നു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് പറയാൻ പറ്റുള്ളൂ, പക്ഷേ ആ ഒരു ആർട്ടിഫിഷ്യൽ എലമെൻറ്റ് ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നായിക കഥാപാത്രങ്ങൾ, അങ്ങനത്തെ ആർട്ടിസ്റ്റുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, പക്ഷേ ഓഫ് കോഴ്സ് അത് അവരുടെ ചോയ്സാണ്. സിനിമ എങ്ങനെ വരുമെന്നുള്ളത് നമുക്ക്, അവരുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് സിനിമ കഴിഞ്ഞിട്ട് സംസാരിക്കാം. പാട്ട് വന്നപ്പോൾ എനിക്ക് ആ ഒരു ഇംപ്രഷൻ കുറച്ച് കുറഞ്ഞെങ്കിലും ആ ട്രെയിലറൊക്കെ കണ്ടിട്ട് ഇതിനകത്ത് കൊണ്ടുവരാൻ സാധ്യതയുള്ള എലമെൻറ്റ്സ്, ദുൽഖറിൻ്റെ പെർഫോമൻസ്, അയാളിലെ സ്റ്റാറിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഭയങ്കര എലിവേറ്റഡ് ആയിട്ടുള്ള സീക്വൻസുകൾ, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി അതിനകത്തുണ്ട്. ദുൽഖറും പൈസയും ഒരു വിഷയമായിട്ട് വരുന്ന സിനിമകളൊക്കെ വലിയ വിജയങ്ങളായിട്ടുണ്ട്. പിന്നെ അവരഥവാ പോസ്റ്റ്പോൺ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ 2 കാരണങ്ങളാണ് ഉണ്ടാവുക. ഒന്ന്, പോസ്റ്റ്പോണ്ട് ആവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന ഒരു കിംവദന്തി പരന്നു കഴിയുമ്പോൾ, ഇപ്പോൾ ശരിക്കും IM ഗെയിമിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ നടക്കുന്നത്. ഇപ്പം നമ്മളാണെങ്കിലും അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എത്രയോ ട്രോൾ വീഡിയോ വന്നു കഴിഞ്ഞു, എത്രയോ സിനിമാ ഗ്രൂപ്പുകളിൽ വൻ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും തലമണ്ടയ്ക്കകത്ത് ഈ IM ഗെയിം എന്ന് പറയുന്ന സിനിമ മാത്രമാണ് ഇപ്പോൾ നിൽക്കുന്നത്. ബാക്കി 2 സിനിമകളേക്കാൾ ഈ സിനിമ ക്ലാഷ് ഒഴിവാക്കാൻ വേണ്ടി രക്ഷപ്പെടാൻ നോക്കുന്നു എന്ന് പറയുന്ന ആ നരേറ്റീവ് സ്പ്രെഡ് ആവുകയാണെങ്കിൽ പോലും, അതൊരു നെഗറ്റീവ് സെൻസിലാണെങ്കിൽ പോലും, സിനിമയുടെ പബ്ലിസിറ്റി എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. അതിനി അഥവാ ഒരു മാർക്കറ്റിംഗ് ഗിമ്മിക്ക് ആയിരുന്നു എന്ന് പറഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കും. കാരണം വളരെ എളുപ്പത്തിൽ സിനിമയുടെ പേരും വരാൻ പോകുന്ന റിലീസ് ഡേറ്റും അടക്കം എല്ലാ കാര്യങ്ങളും ആളുകളുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു. ചിലപ്പോൾ അത് അവരുടെ മൊത്തം സ്ട്രാറ്റജി ആയിരിക്കും. നിങ്ങൾ ട്രെയിലർ റിലീസാവുന്ന ദിവസം ഓർമ്മയുണ്ടോ? ഞാനിവിടെ 6 മണിക്കും കണ്ട് ട്രെയിലർ റിലീസാവുമെന്നും പറഞ്ഞ് 5:45 ആയപ്പോഴേക്കും മുടിയൊക്കെ ചീക്കി സുന്ദരനായി വന്നിരുന്നിട്ട് ഈ ട്രെയിലറിന് വെയിറ്റ് ചെയ്യാണ്. കുറേ കഴിഞ്ഞ് പറഞ്ഞു ട്രെയിലർ ഇപ്പോൾ വരില്ല എന്നുള്ളത്. അത് പോസ്റ്റ്പോൺ ചെയ്തിട്ട് പിന്നീടാണ് ഇറക്കിയത്. പക്ഷേ അപ്പോഴും അതിന് കിട്ടേണ്ടുന്നൊരു റീച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അതേ സ്ട്രാറ്റജി അവർ റിലീസിൻ്റെ കാര്യത്തിൽ ഉപയോഗിക്കുകയാണോ അല്ലയോ നമുക്ക് പറയാൻ പറ്റില്ല. ഇനി അഥവാ പോസ്റ്റ്പോണ്ട് ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു റിയൽ റീസൺ അവർക്കൊന്ന് റീ എഡിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും, VFXൽ വർക്ക് ചെയ്യാനുണ്ടാവുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ സെൻസർഷിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളും ഉണ്ടാവാം. അങ്ങനെ ഒരു റീസൺ ആണുള്ളതെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് സിനിമ ഒരിക്കലും പരാജയമാവുകയോ പേടിച്ചോടലാവുകയോ ചെയ്യില്ല. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാനാണെങ്കിൽ, കുറച്ച് നാളുകൾക്ക് മുമ്പ് വലിയ സ്റ്റാർ വാല്യൂ ഒന്നുമില്ലാത്ത സോഷ്യൽ മീഡിയയിൽ റീൽസ് ചെയ്ത് നടക്കുന്ന പിള്ളേരുടെ ഒരു സിനിമ റിലീസായി. വാഴ 2 എന്നാണ് സിനിമയുടെ പേര്. ആ സിനിമയ്ക്ക് ക്ലാഷ് ഉണ്ടായിരുന്നത്, അതേ ദിവസം റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരുന്നത് ദൃശ്യം 3 ആണ്. മലയാളത്തിൻ്റെ മോഹൻലാൽ, ജീത്തു ജോസഫിൻ്റെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഫ്രാഞ്ചൈസിയിലെ ഏറ്റവും പ്രതീക്ഷയോടുകൂടി വരുന്ന സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ച് അതേ ദിവസം വാഴ 2 അവർ ക്ലാഷ് വെക്കുന്നു. പക്ഷേ ദൃശ്യം 3 റിലീസ് മാറ്റി. അപ്പോൾ എല്ലാവരും എന്താ പറഞ്ഞത്, അയ്യോ ഹാഷിറിനോടും പിള്ളേരോടും പേടിച്ചിട്ട് ലാലേട്ടൻ ഓടിപ്പോയി. വാഴ 2 വലിയൊരു വിജയമായി. വലിയ വിജയം എന്ന് പറഞ്ഞാൽ വലിയൊരു വിജയമായിട്ട് മാറി. അതിനുശേഷം ഈ റിലീസ് ഡേറ്റ് മാറ്റി പോസ്റ്റ്പോൺ ചെയ്തിട്ട് വന്ന ദൃശ്യം 3 മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമകളിലൊന്നായിട്ട് മാറി. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അത് അവരുടെ പ്ലാനിങ് ആണ്. അവർക്ക് കുറച്ചും കൂടി ചിലപ്പോൾ റീവർക്ക് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ ഡേറ്റിൻ്റെ കാര്യം. പിന്നെ ഇൻഹൗസ് ഒരുപാട് ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടാവും. വാഴ 2 എന്ന് പറയുന്നത് അത് ക്ലിക്കാവാനുള്ള സാധ്യത ചിലപ്പോൾ മാർക്കറ്റ് അനലിസ്റ്റുകളുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവർക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ സിനിമയ്ക്ക് ക്ലാഷ് വെക്കുന്നതിനേക്കാൾ 2 സിനിമയ്ക്കും ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടാവാൻ സാധ്യത ഒരെണ്ണത്തിൻ്റെ റിലീസ് മാറ്റി വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ദൃശ്യം 3യുടെ റിലീസ് മാറ്റി വെച്ചാൽ ഇതുപോലെ വേറെ ചില ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്ന കാൽക്കുലേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് ചെയ്തായിരിക്കാം. എനിവേ, പോസ്റ്റ്പോൺ ചെയ്യുന്നു എന്ന് പറയുന്നത് പരാജയപ്പെടുമെന്ന് ഉറപ്പുള്ളവൻ സിനിമയും പൊക്കിയെടുത്ത് ഓടുന്ന പരിപാടിയല്ല. അതൊരു മാർക്കറ്റ് അനാലിസിസും അതുപോലെ തന്നെ ഈ സിനിമയുടെ ബാക്കി വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സമയമെടുക്കലും ഒക്കെ ആയിരിക്കും. അപ്പം അഥവാ പോസ്റ്റ്പോൺ ചെയ്താൽ പോലും ബെറ്റർ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് നമുക്ക് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവരത് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഞാനും പറയുന്നത്, ഇത്രയും സിനിമകൾ ക്ലാഷ് വരുന്ന സമയത്ത് ഒന്ന് നമുക്ക് ഇത്രയും സ്ക്രീനുകളേ ഉള്ളൂ കേരളത്തിൽ. അതായത് റിലീസിന് ഇത്ര സ്ക്രീനുകളൊക്കെ ഉള്ളൂ. ഓണം എന്ന് പറയുമ്പോഴേക്കും ആൾക്കാർ എത്ര സിനിമ കാണും? ഇപ്പോൾ ഒരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫാമിലിയിൽ ഈ 3 പേരെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ അവർ ഫാമിലിയായിട്ട് ഒരുമിച്ച് പോകുമ്പോൾ മിക്കവാറും ഒരു സിനിമയ്ക്കല്ലേ പോകുള്ളൂ. ബാക്കിയുള്ളവർ ഒറ്റയ്ക്ക് പോയാലല്ലേ ഉള്ളൂ. അതിൽ തന്നെ സംഭവിക്കാൻ പോകുന്നത്, ഇങ്ങനെ ക്ലാഷ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫാൻസിൻ്റെ ഒരു ഉപദ്രവം ഉണ്ടാവും. ഇപ്പോൾ ദുൽഖർ ഫാൻസ് ചിലപ്പോൾ എപ്പോഴും ചെയ്യുന്നല്ല പറഞ്ഞാൽ, ദുൽഖർ ഫാൻസിൽ ഒരു വിഭാഗം ആൾക്കാർ മറ്റേ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങും. പൃഥ്വിരാജ് ഫാൻസിൻ്റെ വക ഒരു അറ്റാക്ക് ഉണ്ടാവും, നിവിൻ പോളി ഫാൻസിൻ്റെ വക വേറൊരു അറ്റാക്ക് ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ ചീത്തവിളിയും ബഹളമൊക്കെ ആയിട്ട് ഡീഗ്രഡേഷൻ അതിഭീകരമായിട്ട് നടക്കും. മറ്റൊന്ന്, ഈ സിനിമകൾ 3 ഒരേ ദിവസം റിലീസായാലും
അന്നേ ദിവസം ആദ്യത്തെ ഷോ കഴിയുമ്പോഴേക്കും ഒരു ഒപ്പീനിയൻ വരും. ആ ഒപ്പീനിയൻസ് റിവ്യൂസ് ആയിട്ട്, ഇപ്പം നമ്മുടെ റിവ്യൂ മാത്രമല്ല, അല്ലാതെ സോഷ്യൽ മീഡിയയിൽ റീൽസ് ആയിട്ട് ചെയ്യുന്ന കൊച്ചു പിള്ളേരടക്കം, വെച്ചാൽ വളരെ ചെറിയ പിള്ളേരടക്കം ഒരുപാട് റിവ്യൂസ് വരും. ഈ റിവ്യൂസ് മുഴുവൻ രാവിലത്തെയും ഉച്ചക്കത്തെയും ഷോ കഴിയുമ്പോഴേക്കും സിനിമയെക്കുറിച്ചൊരു വേർഡിക്റ്റ് ബിൽഡ് ചെയ്ത് വെക്കും. ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരുമ്പോൾ മറ്റ് സിനിമകൾ ഓപ്ഷനായിട്ടുള്ളതുകൊണ്ട്, അതായത് സെലിബ്രേഷൻ മൂവീസ് ഓപ്ഷനായിട്ടുള്ളത് കൊണ്ട് അവർ ഈ സിനിമ സ്കിപ്പ് ചെയ്യും. ഒരു നെഗറ്റീവ് അഭിപ്രായം വന്നാൽ, ഇപ്പോൾ ദുൽഖർ സൽമാൻ്റെ സിനിമയോ അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ സിനിമയോ ആവറേജ് ആണ് അല്ലെങ്കിൽ തരക്കേടില്ല എന്ന് പറയുന്നൊരു ഒപ്പീനിയൻ വരികയും മറ്റേ സിനിമ സൂപ്പറാണെന്ന് പറയുന്നൊരു ഫീലും വന്നു കഴിഞ്ഞാൽ പിന്നെ ബഹുഭൂരിപക്ഷത്തിൻ്റെ ഫസ്റ്റ് ചോയ്സ് ആ സിനിമയായിരിക്കും. ഈ സിനിമ അവർ ഒഴിവാക്കി വിടും. ചിലപ്പോൾ ഈ സിനിമ വർക്കാവാൻ സാധ്യതയുള്ള ആൾക്കാരും ഉണ്ടാവും. പക്ഷേ പ്രശ്നം, നമ്മൾ ഒരുപാട് ഓപ്ഷൻസ് പ്രേക്ഷകർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അതേസമയം അതിൻ്റെ ഗുണമുണ്ട്. ഒരു സിനിമയ്ക്ക് എന്നിട്ട് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ അടുത്ത സിനിമയ്ക്ക് കയറും, അപ്പോൾ ആ സിനിമയും ഹൗസ്ഫുള്ളായിട്ട് ഓടും. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഗുണങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷേ പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ, ഇതുപോലെ 3 സ്റ്റാർസിൻ്റെ സിനിമകൾ ഏറ്റവും അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ വരുന്നതിന് പകരം അതൊരു ഗ്യാപ്പിട്ട് റിലീസ് ആവുകയാണെങ്കിൽ ഓണത്തിൻ്റെ ആ ക്രൗഡിനെ മുഴുവനായി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വെക്കേഷനും മറ്റു കാര്യങ്ങളും എല്ലാം പരിഗണിച്ചുകൊണ്ട് റിലീസ് ഡേറ്റ്സിൽ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തുകയാണെങ്കിൽ അത് സിനിമയ്ക്കും തിയേറ്റർ ഓണേഴ്സിനും പ്രേക്ഷകർക്കും ഒരുപോലെ ഉപകാരം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ഇതിൻ്റെ ബിസിനസ് സൈഡൊക്കെ അറിയാവുന്ന കുറേ ആൾക്കാർ ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് വായിച്ചറിയാം. പക്ഷേ നിലവിൽ എനിക്ക് തോന്നുന്നത് ഐ എം ഗെയിമിൻ്റെ റിലീസ് ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്താലും നമുക്ക് ആ ദിവസം 20-ാം തീയതി പൃഥ്വിരാജിൻ്റെ സിനിമയുണ്ട്. അത്രയും തിയേറ്ററുകൾ എണ്ണം കൂടുതൽ കിട്ടുകയാണ്, സ്ക്രീനുകൾ കൂടുതൽ കിട്ടുന്നു, അതിൻ്റെ ഇനീഷ്യൽ കളക്ഷൻ അത്രയും വരുന്നു. അതിനുശേഷം നിവിൻ പോളിയുടെ സിനിമ വരുന്നു, അതിനും ഇനീഷ്യൽ കളക്ഷൻ ഇത്ര എന്ന് പറയുന്ന ഒരു രീതിയിൽ വരുന്നു. ഇനി ഐ എം ഗെയിം പോസ്റ്റ്പോൺ ചെയ്യുകയാണെങ്കിൽ അത് പോസ്റ്റ്പോൺ ചെയ്യുന്ന ദിവസം അത്രയും സ്ക്രീനുകൾ ഒരുമിച്ച് കവർ ചെയ്യാൻ ഐ എം ഗെയിമിന് സാധിക്കും. അപ്പോൾ ഇനീഷ്യൽ കളക്ഷൻ കൂടുന്നു, അവരുടെ നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കാൻ പറ്റും. പിന്നെ ഒരു വൈഡർ ഓഡിയൻസിലേക്ക് എത്തുമ്പോൾ വൈഡർ ഒപ്പീനിയനും വരും. അതായത് ഇത് വർക്കാവാത്ത ആൾക്കാരാണ് കൂടുതൽ ആദ്യ ദിവസം കയറി കാണുന്നതെങ്കിൽ ആ സിനിമയ്ക്ക് മൊത്തത്തിലൊരു നെഗറ്റീവ് ഇമേജ് ആയിരിക്കും. വർക്കാവുന്ന ആളുകളാണെങ്കിൽ അത് നേരെ തിരിച്ചും വരും. പക്ഷേ ഒരു വൈഡർ ഓഡിയൻസിലേക്ക് ഒരുമിച്ച് റിലീസാകുമ്പോൾ ആവറേജ് എന്ന് പറയുന്നവരുണ്ടാവും, സൂപ്പർ എന്ന് പറയുന്നവരുണ്ടാവും, കൊള്ളില്ല എന്ന് പറയുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു മിക്സഡ് ഒപ്പീനിയൻ നിൽക്കുമ്പോൾ ആൾക്കാർ കണ്ടു നോക്കാമെന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തും. പ്രത്യേകിച്ച് ദുൽഖറിൻ്റെ ഒരു സ്റ്റാറിൻ്റെ സിനിമയാകുമ്പോൾ അടുപ്പിച്ച് എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് കത്തിക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടിയേക്കാൾ നല്ലത് ചെറിയൊരു ഡിസ്റ്റൻസ് വരുന്നത് തന്നെയാണെന്ന് തോന്നുന്നു. എന്തായാലും ഒപ്പം വരുന്ന പടങ്ങളും ഒട്ടും മോശമല്ല. പൃഥ്വിരാജ് വരുന്നത് വൈശാഖിൻ്റെ കൂടെയാണ്. മോഹൻലാലിന് പുലിമുരുകൻ കൊടുത്ത സംവിധായകനാണ്. ഒരുപാട് ഹിറ്റ് സിനിമകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്. ഈ സിനിമ, ഇതിൻ്റെ ഒരു മേക്കിംഗ് പരിപാടികൾ, അതിൻ്റെ വിഷ്വൽ പരിപാടികളെല്ലാം ഭയങ്കര പ്രതീക്ഷ നൽകുന്നതാണ്. ഇനി അതിൻ്റെ കൂടുതൽ പ്രതീക്ഷകളായിട്ട് ട്രെയിലറും മറ്റ് അപ്ഡേറ്റ്സും ഒക്കെ വരാനുണ്ട്. നിവിൻ പോളിയുടെ സിനിമ വരുന്നത് ഗിരീഷ് ഏടിക്കൊപ്പമാണ്. ഈ തൊട്ടതെല്ലാം പൊന്നാക്കിയ സംവിധായകൻ എന്നൊക്കെ പറയുന്നത് പോലെ ചെറിയ രീതിയിൽ വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സിനിമകൾ ചെറിയ രീതിയിലാണെങ്കിലും ആ സിനിമ ഇറങ്ങുന്ന സമയത്തുള്ള സിനിമയുടെ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ആ സിനിമ വലിയ കളക്ഷൻ തന്നെയാണ് നേടിയിട്ടുള്ളത്. അതിനുശേഷം പ്രേമലു വരെ എത്തി നിൽക്കുന്ന വളരെ വിജയക്കുതിപ്പുള്ള ഒരു സംവിധായകനാണ് ഗിരീഷ് ഏടി. അയാളുടെ സിനിമയിലേക്ക് നിവിൻ പോളിയാണ് വരുന്നത്. നിവിൻ പോളിയുടെ ഈ സിനിമയിൽ ബത്ലഹേം കുടുംബ യൂണിറ്റിൻ്റെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ക്ലിപ്സും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സേഫ് സോൺ എന്ന് പറയാവുന്ന, ഇപ്പോൾ ലാസ്റ്റ് ഡെലുലുവിനെയും കൊണ്ടുവന്ന് ഹിറ്റടിച്ച സർവ്വമായി എടുത്ത് നോക്കുകയാണെങ്കിലും മുണ്ടും ഷർട്ടും ഒക്കെ ആയിട്ട് രസമുള്ള കുറച്ച് കഥയൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ചേട്ടൻ. നമുക്ക് നിവിൻ പോളി അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല അങ്ങനത്തെ ക്യാരക്ടറിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് കുരുത്തക്കേടുകളും എന്നാൽ വളരെ നിഷ്കളങ്കമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ നിവിൻ പോളി അങ്ങനെ രസമായിട്ട് ചെയ്യും. അപ്പം നിവിൻ പോളിയുടെ ഏറ്റവും സേഫായിട്ടുള്ളൊരു സെറ്റപ്പിൽ ഗിരീഷ് ഏടിയെ പോലൊരു സംവിധായകൻ സിനിമ എടുക്കുമ്പോൾ അതിൻ്റെ വിജയസാധ്യത വളരെ കൂടുതലാണ്. വൈശാഖിനെ പോലൊരു സംവിധായകൻ്റെ മേക്കിങ്ങിൽ പൃഥ്വിരാജിനെ പോലൊരു സ്റ്റാർ എലമെൻറ്റ് വരുമ്പോൾ അതിൽ ഈ പറയുന്ന ഗോൾഡും സ്മഗ്ലിങ്ങും അങ്ങനത്തെ കുറേ ത്രില്ലിങ് എലമെൻറ്റ്സ് ഒക്കെ വരുമ്പോഴേക്കും അവിടെ ഒരു വൻ പരിപാടിക്കുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെയാണ് ദുൽഖറിൻ്റെ സിനിമയും വരുന്നത്. എന്തായാലും 3 സിനിമകളും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന വൻ വിജയ ചിത്രങ്ങളായി മാറട്ടെ എന്നുള്ള ആശംസയാണ് മുന്നോട്ട് വെക്കാനുള്ളത്. ക്ലാഷ് റിലീസ് പേടിച്ചിട്ട് എന്തായാലും ഐ എം ഗെയിമിൻ്റെ റിലീസ് അവർ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അതിന് ശക്തമായ മറ്റു കാരണങ്ങളുണ്ടാവും. ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതെന്ത് തന്നെയാണെങ്കിലും സിനിമയെ കൂടുതൽ ബെറ്ററാക്കുന്ന മാറ്റങ്ങളാവട്ടെ, സിനിമയ്ക്കും പ്രേക്ഷകർക്കും ഒരുപാട് സന്തോഷം ഉണ്ടാവുന്ന, ഗുണം ഉണ്ടാവുന്ന മാറ്റങ്ങളാവട്ടെ എന്നുള്ള പ്രതീക്ഷകളോടെ ആഗ്രഹത്തോടു കൂടി നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.